പ്രമുഖ ബ്രോക്കേജ് സ്ഥാപനമായ പ്രഭുദാസ് ലീലാധർ അവരുടെ മോഡൽ പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന 5 ഹൈ കൺവിക്ഷൻ സ്റ്റോക്കുകളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ITC, IRCTC, KEI ഇൻഡസ്ട്രീസ്, ത്രിവേണി ടർബൈൻ, ഐറിസ് ലൈഫ് സയൻസ് തുടങ്ങിയ ഹൈ കൺവിക്ഷൻ സ്റ്റോക്കുകളെയാണ് പ്രഭുദാസ് ലീലാധർ അവരുടെ മോഡൽ പോർട്ട്ഫോളിയോയിൽ പുതിയതായി ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഗ്ലോബൽ മാർക്കറ്റിൽ ഉയർന്നു വരുന്ന ട്രേഡ് വാറും ക്രൂഡിൻ്റെ വിലയിലുണ്ടായിരിക്കുന്ന ഏറ്റക്കുറച്ചിലുകളും മൂലം 2026 ഫിനാൻഷ്യൽ ഇയറിലെ ക്വാർട്ടർ 1ലും മാർക്കറ്റിൽ നിന്നും അത്ര മികച്ച റിട്ടേൺസ് പ്രതീക്ഷിക്കേണ്ട എന്നാണ് പ്രഭുദാസ് ലീലാധറിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ഇവിടെ ഷോർട്ട് ടൈമിലേക്കുള്ള വളർച്ചയെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ചില സ്റ്റോക്കുകൾക്ക് മുകളിലുള്ള വെയിറ്റേജ് പ്രഭുദാസ് ലീലാധർ കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഇൻഫോസിസ്, റിലയൻസ് ഇൻഡസ്ട്രീസ്, L&T, പോളിക്യാബ് ഇന്ത്യ ലിമിറ്റഡ്, ഡോംസ് തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് മുകളിലുള്ള വെയിറ്റേജാണ് പ്രഭുദാസ് ലീലാധർ കുറച്ചിരിക്കുന്നത്. ഇനി പ്രഭുദാസ് ലീലാധറിൻ്റെ മോഡൽ പോർട്ട്ഫോളിയോയിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. ബാങ്കിങ്, ഹെൽത്ത് കെയർ, കൺസ്യൂമർ സെൻറ്റിമെൻറ്റ്സ്, ടെലികോം തുടങ്ങിയ സെക്ടറുകൾ മികച്ച പെർഫോമൻസ് നടത്താൻ സാധ്യതയുണ്ടെന്നാണ് പ്രഭുദാസ് ലീലാധറിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ പറഞ്ഞ സെക്ടറിലെ സ്റ്റോക്കുകൾക്ക് മുകളിലുള്ള വെയിറ്റേജ് പ്രഭുദാസ് ലീലാധർ ഉയർത്തിയിട്ടുണ്ട്. അതേസമയം ഓയിൽ, ഗ്യാസ്, IT, ഓട്ടോ തുടങ്ങിയ സെക്ടറുകൾക്ക് മുകളിലുള്ള വെയിറ്റേജ് പ്രഭുദാസ് ലീലാധർ കുറയ്ക്കുകയാണ് ചെയ്തത്. ICICI ബാങ്ക്, കൊട്ടക് മഹീന്ദ്ര ബാങ്ക്, ITC, BEL, ഭാരതി എയർടെൽ തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് മുകളിലുള്ള വെയിറ്റേജാണ് പ്രഭുദാസ് ലീലാധർ ഉയർത്തിയിരിക്കുന്നത്. പിഡിലൈറ്റ്, ഐഷർ തുടങ്ങിയ സ്റ്റോക്കുകളെ അപ്പോളോ ഹോസ്പിറ്റൽ, പിഡിലൈറ്റ്, ഐഷർ തുടങ്ങിയ സ്റ്റോക്കുകളെ പോർട്ട്ഫോളിയോയിലേക്ക് പ്രഭുദാസ് ലീലാധർ ചേർക്കുകയും ചെയ്തു. അതേസമയം HCL ടെക്, ആസ്ട്രൽ എന്നീ 2 സ്റ്റോക്കുകളെ പ്രഭുദാസ് ലീലാധർ അവരുടെ പോർട്ട്ഫോളിയോയിൽ നിന്നും പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഓരോ സ്റ്റോക്കിനും പ്രഭുദാസ് ലീലാധറിൻ്റെ ഔട്ട്ലുക്കും ഹയർ സൈഡിലെ ടാർഗറ്റും മനസ്സിലാക്കാം. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇന്ത്യൻ മാർക്കറ്റിലുള്ള തുടർച്ചയായ സെല്ലിങ്ങും മാർക്കറ്റിൽ വന്നിരിക്കുന്ന വോളറ്റിലിറ്റിയും മൂലം മാർക്കറ്റ് ഇപ്പോൾ അട്രാക്റ്റീവ് ലെവലിൽ ലഭിക്കുന്നു എന്നാണ് പ്രഭുദാസ് ലീലാധറിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. അതേസമയം മാർക്കറ്റിൻ്റെ മികച്ച പെർഫോമൻസ് ഉടൻ, അതായത് 2026 ഫിനാൻഷ്യൽ ഇയറിലെ ക്വാർട്ടർ 1ൽ പ്രതീക്ഷിക്കേണ്ട. ചിലപ്പോൾ ക്വാർട്ടർ 1 കഴിഞ്ഞിട്ടായിരിക്കും മാർക്കറ്റിൽ റിക്കവറി വരാൻ പോകുന്നത്. ഈ സാഹചര്യത്തിൽ ഹോസ്പിറ്റൽ, ഫാർമസ്യൂട്ടിക്കൽസ്, റീറ്റെയിൽ, ബാങ്കിങ്, ഡിഫൻസ്, പവർ തുടങ്ങിയ സെക്ടറിലെ സ്റ്റോക്കുകളിൽ ഡീസൻറ്റ് മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാമെന്നാണ് പ്രഭുദാസ് ലീലാധറിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. കൂടാതെ നിഫ്റ്റി അതിൻ്റെ ആവറേജ് വാല്യൂഷനേക്കാളും താഴ്ന്ന ലെവലിൽ ലഭിക്കുകയും ചെയ്യുന്നു. FMCG സെക്ടറിൽ നിന്നും പ്രഭുദാസ് ലീലാധർ റെക്കമെൻഡ് ചെയ്ത ഒന്നാമത്തെ സ്റ്റോക്ക് ITC ആണ്. 2026 വർഷത്തിൽ ITC അതിൻ്റെ എല്ലാ മാർജിനുകളിലും വളർച്ച കൈവരിക്കാൻ സാധ്യതയുണ്ടെന്ന് പ്രഭുദാസ് ലീലാധറിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു. കൂടാതെ കമ്പനിയുടെ പ്രോഫിറ്റ് ഗ്രോത്തും ഉയരാൻ സാധ്യതയുണ്ട്. വാല്യൂഷനും അട്രാക്റ്റീവ് ലെവലിൽ ലഭിക്കുകയാണ്. 4% ഡിവിഡൻഡ് ഈൽഡ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ITCക്ക് അനലിസ്റ്റുകൾ 524 രൂപയുടെ ടാർഗറ്റാണ് നൽകിയത്. അതായത് 424 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കിന് അനലിസ്റ്റുകൾ ലോങ് ടൈമിൽ 524 രൂപയുടെ ടാർഗറ്റ് നൽകി. രണ്ടാമത്തെ സ്റ്റോക്ക് ഐറിസ് ലൈഫ് സയൻസ്. 2026 ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനിയുടെ ROCEയിൽ 20% വളർച്ച വരാൻ സാധ്യതയുണ്ടെന്നാണ് അനലിസ്റ്റുകളുടെ റിപ്പോർട്ടിൽ പറയുന്നത്. കൂടാതെ 2027 ഫിനാൻഷ്യൽ ഇയറോടുകൂടി കമ്പനിയുടെ എബിറ്റയിൽ 13.6% വളർച്ചയും വന്നേക്കാം. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ പ്രഭുദാസ് ലീലാധർ മോഡൽ പോർട്ട്ഫോളിയോയിൽ ഐറിസ് ലൈഫ് സയൻസ് എന്ന സ്റ്റോക്കിനെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. മൂന്നാമത്തേത് IRCTC. 2026-27 ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനിയുടെ വരുമാനത്തിൽ 30% വളർച്ച ഉണ്ടാകുമെന്നാണ് പ്രഭുദാസ് ലീലാധറിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ 729 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്ന IRCTCക്ക് ബൈ എന്ന റേറ്റിംഗും 880 രൂപയുടെ ടാർഗറ്റും നൽകിയിട്ടുണ്ട്. മറ്റൊരു സ്റ്റോക്ക് KEI ഇൻഡസ്ട്രീസ് ആണ്. ഒരു സമയത്ത് 5000 രൂപയ്ക്ക് മുകളിൽ വിലയുണ്ടായിരുന്ന സ്റ്റോക്ക് ഇപ്പോൾ 2600 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നുണ്ട്. വരും സമയങ്ങളിലും കൺസിസ്റ്റൻ്റ് ഗ്രോത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ ശേഷിയുള്ള സ്റ്റോക്കിന് 4278 രൂപയുടെ ടാർഗറ്റാണ് നൽകിയിരിക്കുന്നത്. അവസാന സ്റ്റോക്ക് ത്രിവേണി ടർബൈൻ. ഗ്ലോബൽ മാർക്കറ്റുകളിൽ വന്നിരിക്കുന്ന എനർജി ട്രെൻഡിൻ്റെ മാറ്റത്തിൻ്റെ ബെനിഫിറ്റ് ലഭിക്കാൻ സാധ്യതയുള്ള സ്റ്റോക്കാണ് ത്രിവേണി ടർബൈൻ. കൂടാതെ ഇൻ്റർനാഷണൽ മാർക്കറ്റുകളിൽ ടർബൈൻ, വിൻഡ് എനർജിക്ക് ആവശ്യമായിട്ടുള്ള മെഷീനറികളുടെ ഡിമാൻഡ് വർദ്ധിച്ചു വരുന്നു. അതോടൊപ്പം തന്നെ ശക്തമായ ഓർഡർ ബുക്ക് നമുക്ക് കാണാൻ സാധിക്കും. 18.2 ബില്യൺ രൂപയുടെ ഓർഡർ ബുക്കാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുക. ഈ ഫാക്റ്റുകളുടെ പശ്ചാത്തലത്തിലും വരും സമയങ്ങളിൽ കമ്പനിക്ക് ലഭിക്കുന്ന പ്രോജക്റ്റുകളുടെ പശ്ചാത്തലത്തിലും മിഡിൽ ഈസ്റ്റ്, യൂറോപ്യൻ, അമേരിക്കൻ തുടങ്ങിയ മാർക്കറ്റുകളിലേക്കുള്ള ഈ കമ്പനിയുടെ എൻട്രിയുടെ പശ്ചാത്തലത്തിലും ത്രിവേണി ടർബൈൻ എന്ന സ്റ്റോക്കിനെയും നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ്. 496 രൂപയ്ക്ക് അടുത്തായിട്ടാണ് ത്രിവേണി ടർബൈൻ ട്രേഡ് ചെയ്യുന്നത്.
ഇനി പ്രഭുദാസ് ലീലാധറിൻ്റെ മോഡൽ പോർട്ട്ഫോളിയോയിൽ സ്ഥാനം പിടിച്ചിരിക്കുന്ന ലാർജ് ക്യാപ്, മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് സ്റ്റോക്കുകളെ കൂടി പരിചയപ്പെടാം. ഒന്നാമത്തേത് ABB ഇന്ത്യ. 5143 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. 6955 രൂപയുടെ ടാർഗറ്റാണ് ABB ഇന്ത്യക്ക് പ്രഭുദാസ് ലീലാധർ നൽകിയിരിക്കുന്നത്. രണ്ടാമത്തേത് ഭാരതി എയർടെൽ. 1757 രൂപ സ്റ്റോക്കിൻ്റെ വില, 1916 രൂപയുടെ ടാർഗറ്റ്. ഭാരത് ഇലക്ട്രോണിക്സ് ഡിഫൻസ് സെക്ടറിലെ സ്റ്റോക്കാണ്. 285 രൂപയുടെ സ്റ്റോക്കിന് 340 രൂപയുടെ ടാർഗറ്റ്. ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് FMCG സെക്ടറിൽ നിന്നും 5350 രൂപയുടെ സ്റ്റോക്കിന് 5881 രൂപയുടെ ടാർഗറ്റ്. സിപ്ലയ്ക്ക് ഫാർമ സെക്ടറിലെ സ്റ്റോക്കായ സിപ്ലയ്ക്ക് 1730 രൂപയുടെ ടാർഗറ്റാണ് നൽകിയിരിക്കുന്നത്. സ്റ്റോക്ക് 1463 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. ICICI ബാങ്കിന് 1550 രൂപയുടെ ടാർഗറ്റ് നൽകി 1312 രൂപയ്ക്ക് അടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു. ഇൻഡിഗോയ്ക്ക് അല്ലെങ്കിൽ ഇന്റർ ഗ്ലോബ് ഏവിയേഷന് 5875 രൂപയുടെ ടാർഗറ്റ്, സ്റ്റോക്ക് 5151 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. ITC 422 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. 524 രൂപയുടെ ടാർഗറ്റാണ് നൽകിയിരിക്കുന്നത്. കൊട്ടക് മഹീന്ദ്ര ബാങ്ക് 2111 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. 2230 രൂപയുടെ ടാർഗറ്റ് നൽകിയിട്ടുണ്ട്. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര 2580 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. 3218 രൂപയുടെ ടാർഗറ്റ് നൽകിയിട്ടുണ്ട്. മാരുതി സുസുക്കി 11600 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. 14200 രൂപയുടെ ടാർഗറ്റാണ് നൽകിയിരിക്കുന്നത്. മാക്സ് ഹെൽത്ത് കെയറിന് 1089 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. 1300 രൂപയുടെ ടാർഗറ്റാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ജുവലറി സെഗ്മെൻറ്റിലെ ടൈറ്റാൻ മറ്റൊരു സ്റ്റോക്കാണ്. ടൈറ്റാന് 3235 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. 3695 രൂപയുടെ ടാർഗറ്റാണ് നൽകിയിരിക്കുന്നത്. മറ്റ് മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് സെക്ടറിലെ സ്റ്റോക്കുകൾ കൂടി പരിചയപ്പെടാം. ഒന്നാമത്തേത് ആസ്റ്റർ DM. 500 രൂപയുടെ സ്റ്റോക്കിന് 620 രൂപയുടെ ടാർഗറ്റ് നൽകിയിട്ടുണ്ട്. ആസ്ട്രൽ 1249 രൂപയുടെ സ്റ്റോക്കിന് 1532 രൂപയുടെ ടാർഗറ്റ് നൽകിയിട്ടുണ്ട്. ചാലിറ്റ് ഹോട്ടൽസ് 820 രൂപയാണ് സ്റ്റോക്കിൻ്റെ വില, 1108 രൂപയുടെ ടാർഗറ്റാണ് നൽകിയിരിക്കുന്നത്. ക്രോംപ്ടൺ ഗ്രീവ്സ് കൺസ്യൂമർ ഇലക്ട്രോണിക്സിന് 440 രൂപയുടെ ടാർഗറ്റ്, 334 രൂപ സ്റ്റോക്കിൻ്റെ വില. ഐറിസ് ലൈഫ് സയൻസ് 1385 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. 1450 രൂപയുടെ ടാർഗറ്റാണ് നൽകിയിരിക്കുന്നത്. IRCTC 731 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. 880 രൂപയുടെ ടാർഗറ്റാണ് നൽകിയിരിക്കുന്നത്. കെയ്ൻസ് 5091 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. 5528 രൂപയുടെ ടാർഗറ്റാണ് നൽകിയിരിക്കുന്നത്. ത്രിവേണി ടർബൈൻ 496 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. 744 രൂപയുടെ ടാർഗറ്റാണ് നൽകിയിരിക്കുന്നത്. KEI ഇൻഡസ്ട്രീസ് 2607 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. 4278 രൂപ, അതായത് 64% അപ്സൈഡ് പൊട്ടൻഷ്യൽ ടാർഗറ്റാണ് KEI ഇൻഡസ്ട്രീസിന് നൽകിയിരിക്കുന്നത്. പ്രഭുദാസ് ലീലാധറിൻ്റെ മോഡൽ പോർട്ട്ഫോളിയോ പരിശോധിച്ചാൽ അവിടെ ഏറ്റവും മികച്ച പെർഫോമൻസ് നടത്താൻ സാധ്യതയുള്ള സ്റ്റോക്കായിട്ട് വിശേഷിപ്പിച്ചിരിക്കുന്നതും KEI ഇൻഡസ്ട്രീസിനെയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്